CUET വഴി മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജൂലൈ 6 അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 21 ആണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ബീഹാർ എന്ന് പറയുന്നത്. ബീഹാറിലുള്ള മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CUET എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഇതൊരു ടയർ 2, ടയർ 3 യൂണിവേഴ്സിറ്റികളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കിട്ടാനൊരു 80 to 90% ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് MGCU സൗത്ത് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ, OBC അതുപോലെ തന്നെ EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസായി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ SC, ST, PWD കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.mgcub.ac.in എന്നുള്ളതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഇവിടെ ഏതൊക്കെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ BCom അതുപോലെ തന്നെ MCom ഇന്റഗ്രേറ്റഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 year ആയിട്ടുള്ള BCom പ്ലസ് MCom എന്നുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ മാത്സ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. 250 എക്സാമിന്റെ ഇത് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 250 നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ അഡ്മിഷൻസ് കാര്യങ്ങളിൽ പരിഗണിക്കാന്നുള്ളത്. പിന്നെ വരുന്ന കോഴ്സാണ് BTech ആൻഡ് MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പറയുന്നത്. അപ്പൊ ഇതിൽ BTech ഡിഗ്രി അവാർഡഡ് ഇഫ് എക്സിറ്റ് ആഫ്റ്റർ 4 year. നമ്മൾ 4 yearൽ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു ഇതിൽ BTech കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇത് 5 year ഇന്റഗ്രേറ്റഡ് ആണ്. BTech പ്ലസ് MTech ആണ്. നിങ്ങൾ 5th year കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MTechന്റെ എന്താ പറയുക ഡിഗ്രിയോട് കൂടി ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്സ് എഴുതണം, അതുപോലെ തന്നെ മാത്സ് എഴുതണം. ഇത് രണ്ട് കൂടാതെ നിങ്ങൾ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് കൂടി എഴുതണം എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും എഴുതണം എന്നുള്ളതാണ്. ഫിസിക്സ് എഴുതണം, മാത്സ് എഴുതണം, അത് രണ്ട് നിർബന്ധമാണ്. കൂടാതെ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കൂടി എഴുതിയാൽ നിങ്ങൾ ഈ BTech പ്ലസ് MTech ഉള്ള കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്ന കോഴ്സാണ് 5 year ഇന്റഗ്രേറ്റഡ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. 250 മാർക്ക് പരിഗണിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന കോഴ്സാണ് 5 year ഇന്റഗ്രേറ്റഡ് ഇൻ UG PG ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ പൊതുവെ കുറവാണ്. അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ക്രൈറ്റീരിയ ജനറൽ ടെസ്റ്റ് എഴുതിയാൽ മതി. ജനറൽ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 250 മാർക്ക് എന്നുള്ളത്. പിന്നെ വരുന്നതാണ് 5 year ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ CUETയിൽ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണല്ലോ ഇംഗ്ലീഷ്. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതിയാൽ മതി 250. അപ്പോൾ അതും കാൽക്കുലേറ്റ് ചെയ്യുക എക്സാമിന്റെ. നിങ്ങൾ ഇതിന് മാർക്ക് നോക്കും 250 നോക്കാം. പിന്നെ 5 year ഇന്റഗ്രേറ്റഡ് ഇൻ UG PG ഇൻ ഹിന്ദിയാണ്. BA and MA ഇൻ ഹിന്ദി. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതണം എന്നുള്ളതാണ്. ഇവിടെ മോസ്റ്റ് ഓഫ് ദി കോഴ്സുകൾ 90% കോഴ്സുകൾക്ക് ജനറൽ ടെസ്റ്റ് ആണ് ക്രൈറ്റീരിയ ആയി ചോദിക്കുന്നത്. പിന്നെ വരുന്നത് 5 year ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ സാൻസ്ക്രിറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഇതിലും ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം. 250 മാർക്ക് വരുന്നത്. അപ്പോൾ പിന്നെ വരുന്നത് 5 year ഇന്റഗ്രേറ്റഡ് ഇൻ UG PG ഇൻ എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇതിലും ജനറൽ ടെസ്റ്റ് ആണ് പറയുന്നത്. പൊതുവെ പല യൂണിവേഴ്സിറ്റികൾ ചോദിക്കുന്ന ഒരു ക്രൈറ്റീരിയ പറയുന്നത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് ടഫ് ആവലുണ്ട്. അതുപോലെ തന്നെ ചിലതൊക്കെ ഇംഗ്ലീഷും എക്കണോമിക്സ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ജനറൽ ടെസ്റ്റ് മാത്രമാണ് എഴുതിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ എക്കണോമിക്സിന് അപ്ലൈ ചെയ്യാം. കുഴപ്പമില്ലാത്ത നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ അതിലും 250 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് എന്താ പറയുക 5 year ഇന്റഗ്രേറ്റഡ് UG PG ഇൻ ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ്. അപ്പോൾ ഇത് കുറച്ച് ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി സൗത്ത് ബീഹാർ എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഇത് ഗാന്ധി സ്റ്റഡീസ് ആൻഡ് പീസ് സ്റ്റഡീസ്, ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഈ കോഴ്സിൽ നമുക്ക് 5 year കോഴ്സ് ആണത്. ജനറൽ ടെസ്റ്റ് ആണ്. അതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുള്ളത് 250 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ വരുന്ന കോഴ്സാണ് 5 year ഇന്റഗ്രേറ്റഡ് UG PG ഇൻ പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഇതിൽ ജനറൽ ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. 250 മാർക്ക് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് 5 year ഇന്റഗ്രേറ്റഡ് UG ആൻഡ് PG ഇൻ സോഷ്യോളജി. അപ്പോൾ ഇതിൽ വരുന്നത് ജനറൽ ടെസ്റ്റ് തന്നെയാണ്. ജനറൽ ടെസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് 5 year ഇന്റഗ്രേറ്റഡ് UG PG ഇൻ സോഷ്യൽ വർക്ക്.
അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് തന്നെയാണ്. ജനറൽ ടെസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആവുന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ റിസൾട്ട് കാര്യങ്ങൾ, ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോൾ വരും എന്നുള്ളത് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റീസിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ആവറേജ് ഒരു 150 അബോ ഒക്കെ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ് ബീഹാറിലുള്ളത്. സൗത്ത് ബീഹാർ പോലെയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കാഡമിക്സ് കീപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ പറയുകയാണെന്നൂടെ mgcub.ac.in എന്നുള്ളതാണ് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഹെൽപ്പ് ഡെസ്കിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 21 ജൂലൈ ആണ്. 21 ജൂലൈക്ക് മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മിങ് ഡേയ്സിൽ നമ്മളെ യൂട്യൂബ് ചാനൽ പറയുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.